മാത്സിലേക്ക് സ്വാഗതം. ഇവിടെ വിവിധ മത്സര പരീക്ഷകൾ നടക്കുന്ന കാലഘട്ടമാണല്ലോ. മത്സര പരീക്ഷകളുടെ ആവർത്തിച്ച് ചോദിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. സെൽഫ് കോൺഫിഡൻസും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ നമുക്ക് മുൻനിരയിലെത്താൻ കഴിയും. കണക്ക് വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ, നല്ല ആക്യുറസിയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നല്ല ലളിതമായ രീതിയിൽ പഠിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പഠിച്ചു കഴിഞ്ഞാൽ മുൻനിരയിലെത്താൻ മാത്തമാറ്റിക്സ് എന്ന ടോപ്പിക്ക് ഒരു ഡൗട്ടും കൂടാതെ എല്ലാ കണക്കുകളും ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കാം. ഇവിടെ ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ, അതായത് 1, 3, 5, 7, 9 അങ്ങനെ മൂത്ത് ഒറ്റ സംഖ്യകൾ. n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ n² ആണ്. എപ്പോഴും ചോദിച്ച് കാണുന്ന ചോദ്യമാണ് 1, 3, 5 എക്സെട്ര എന്നീ ശ്രേണിയിലെ 30 പദങ്ങളുടെ തുക എത്രയാണ്? അതായത് 30 എന്ന് ചോദിച്ചാൽ 30², n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n² ആണെന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഇവിടെ n എന്ന് പറയുന്നത് 30 എന്നീ ശ്രേണിയിലെ 1, 3, 5, 7 എക്സെട്ര എന്നീ ശ്രേണിയിലെ 30 പദങ്ങളുടെ തുകയാണ് ചോദിച്ചേക്കുന്നത്. 30². ഈ ഫോർമുല ഓർത്തിരുന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല ചോദിച്ചാൽ ഇവിടെ n എന്ന് പറയുന്നത് 30 ആണ്. അതുകൊണ്ട് 30² = 900. 25 പദങ്ങളുടെയാണ് ചോദിച്ചതെങ്കിൽ 25². അത് ഈ ഫോർമുല ഓർത്തിരുന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി n ഇരട്ട സംഖ്യകളുടെ തുക 2, 4, 6, 8, 10, 12 അങ്ങനെ പോകും. ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ്. ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ്. 2, 4, 6, 8 എക്സെട്ര അങ്ങനെ പോകും. n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n × n+1. n × n+1, അതായത് 2, 4, 6, 8 എക്സെട്ര 100 വരെയുള്ള സംഖ്യകളുടെ, ഈ ശ്രേണിയിൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് ആദ്യം ഓർക്കണം. ഇത് ഇരട്ട സംഖ്യകളാണ്, അഥവാ ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈ ഫോർമുല ഓർമ്മ വരണം. n ഈവൻ നമ്പേഴ്സിൻ്റെ തുക കാണാൻ n × n+1. ഇവിടെ 2, 4, 6, 8 എക്സെട്ര 100 വരെ 50 ഈവൻ നമ്പേഴ്സ്. ഇതിൻ്റെ പകുതി ഇവിടെ എത്ര ആണെന്ന് ചോദിച്ചേക്കുന്നത് അതിൻ്റെ നേരെ പകുതി വരും. 50 ഈവൻ നമ്പേഴ്സും 50 ഓഡ് നമ്പേഴ്സുമാണ്. 100 വരെ 50 ഇരട്ട സംഖ്യകളും 50 ഒറ്റ സംഖ്യകളുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? n × n+1, അതായത് 50 × 50 + 1 51, അതായത് 0. ഇത്ര. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ എഴുതാൻ പറ്റും. ഈ ഫോർമുല ഓർത്തിരിക്കുക. n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1. 2, 4, 6, 8 എക്സെട്ര 100. വേറൊരിക്കൽ ചോദിച്ച ചോദ്യമാണ് 2, 4, 6, 8 എക്സെട്ര 180 വരെയുള്ള സംഖ്യകളുടെ തുക കാണുക. അതെന്തായാലും നമ്മളതിൻ്റെ പ്രത്യേകത നോക്കുക. ഇത് ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n × n+1. അതായത് ഇപ്പം 180 വരെ ആകുമ്പോൾ അതിൻ്റെ നേരെ പകുതി കാണും ഇരട്ട സംഖ്യകളുടെ എണ്ണം. അതായത് n × n+1 എന്ന് പറഞ്ഞാൽ നമുക്ക് n കണ്ടുപിടിക്കണമല്ലോ. 180 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 180ൻ്റെ നേരെ പകുതി വരും, അതായത് 90. 90 × 91 വരും. 0 8190. ഇത് ഈ ഫോർമുലകൾ ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. എക്സ് ഒരൊറ്റ സംഖ്യയാണ്. എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളെയും കൂടെ കൂട്ടിയപ്പോൾ 121 കിട്ടുന്നതെന്ന് പറഞ്ഞു. എങ്കിൽ എക്സിൻ്റെ വില എന്താണെന്നാണ് ചോദ്യം. എക്സിന് തൊട്ട് താഴെയുള്ള ഒറ്റ സംഖ്യ n ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n² = 121. n എന്ന് പറയാൻ √121, അതായത് 11 ആണ് n. അപ്പോൾ 12ാമത്തെ ഒറ്റ സംഖ്യ വരും. ഇങ്ങനെ എഴുതാം. 11ാമത്തെ ഒറ്റ സംഖ്യ 21 ആണ്. അപ്പോൾ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ഒരു 23, ഓപ്ഷൻ ഡി ആണ്. എക്സ് ഒരു ഒറ്റ സംഖ്യ തന്നിട്ടുണ്ട്. എക്സിന് തൊട്ട് താഴെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക 121 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് ചോദ്യം.
എക്സിന് തൊട്ട് താഴെയുള്ള ഒറ്റസംഖ്യ n ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n² ആണ്. n² ഇവിടെ എത്ര തന്നിട്ടുണ്ട്? എക്സിന് തൊട്ട് താഴെയുള്ള 121 അതിൻ്റെ തുക. അതായത് n = 11. അതായത് n എന്ന് പറയുന്ന 11ാമത്തെ ഒറ്റസംഖ്യയാണ്. അതിൻ്റെ തൊട്ടടുത്ത ഒറ്റസംഖ്യയാണ് x എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. അപ്പോൾ 11ാമത്തെ ഒറ്റസംഖ്യ 21 എന്ന് പറയുന്നത് 11ാമത്തെ ഒറ്റസംഖ്യയാണ്. അടുത്ത 12ാമത്തെ ഒറ്റസംഖ്യ 23. അതായത് ഡിവിസിബിലിറ്റി റൂൾ നോക്കാം. ഏതെങ്കിലും ഒരു സംഖ്യ, വലിയ സംഖ്യ എന്നിട്ട് അത് 3ന്റെ ഗുണിതമാണോ 9ന്റെ ഗുണിതമാണോ എന്ന് അറിയാൻ വേണ്ടി ആ സംഖ്യകൾ, ആ ഡിജിറ്റുകൾ കൂട്ടി നോക്കിയാൽ മതി. ഉദാഹരണം 3618, 3 + 6 + 1 + 8, അതായത് 18 വരും. 18 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ് 9ന്റെ ഗുണിതമാണ്. അപ്പോൾ ഈ വലിയ സംഖ്യ 3ന്റെ ഗുണിതമാണ് 9ന്റെയാണ്. സംഖ്യകൾ കൂട്ടി നോക്കിയാൽ മതി. അതിൽ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ അത് 3ന്റെ ഗുണിതമാണെങ്കിൽ 3 കൊണ്ട് നിശേഷമായിരിക്കാം. വേറൊരു എക്സാമ്പിൾ 810, 8 + 1 + 0 9. ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ടും 9 കൊണ്ടും നിശേഷമായിരിക്കാം. അടുത്തത് 4356, 11 14 18. ഇത് കൂട്ടുമ്പോഴും 18 കിട്ടും. ഈ വലിയ സംഖ്യ നമുക്ക് 3 കൊണ്ടും 9 കൊണ്ടും നിശേഷമായിരിക്കാം. ഡിജിറ്റ്സ് കൂട്ടി നോക്കിയാൽ അത് 3ന്റെ ഗുണിതമാണെങ്കിൽ 3 കൊണ്ട് നിശേഷമായിരിക്കാം. എല്ലാ ഡിജിറ്റ്സും കൂടെ കൂട്ടി നോക്കിയാൽ അത് 9ന്റെ ഗുണിതമാണെങ്കിൽ നമുക്ക് 9, 18, 27 ഇങ്ങനെ ഇങ്ങോട്ട് വരും. 9ലേക്ക് വരാം. ആ വലിയ സംഖ്യ നമുക്ക് 9 കൊണ്ട് നിശേഷമായിരിക്കാം. ഇനി ഒരു സംഖ്യ തന്നിട്ട് അത് 4ന്റെ ഗുണിതമാണ്. താഴെ തന്നിരിക്കുന്നത് 4ന്റെ ഗുണിതം അങ്ങനെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ലാസ്റ്റ് 2 സംഖ്യ നോക്കിയാൽ മതി. അതായത് അവസാനത്തെ 2 സംഖ്യ ഇവിടെ 7544, 4ന്റെ ഗുണിതമാണ് 4, 11, 44. ഈ 24 ഇവിടെ 6824. ഇവിടെ 24 4ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ വലിയ സംഖ്യ നമുക്ക് 4ന്റെ ഗുണിതമാണെന്നും പറയാം. 4 കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ താഴെ മുകളിലൊക്കെ ഉണ്ട്, കട്ട് ചെയ്യുകയും ചെയ്യാം. 7,20,340. ഈ വലിയ സംഖ്യ നമുക്ക് 4ന്റെ ഗുണിതമാണെന്ന് പറയാം. കാരണം ഇവിടെ ഒരു സംഖ്യയുടെ അവസാനത്തെ 3 അക്കങ്ങൾ, അതായത് 880, ഇവിടെ 888, ഇവിടെ 384, ഇത് 8 കൊണ്ട് നിശേഷമായിരിക്കുകയാണെങ്കിൽ എത്ര വലിയ സംഖ്യ ആയാലും നമുക്ക് ആ സംഖ്യകളെ 8 കൊണ്ട് നിശേഷമായിരിക്കാം. 1, 3, 6, 10 എക്സെട്ര. ഈ ശ്രേണിയിലെ 10ാമത്തെ പദം എത്ര എന്നാണ് ചോദ്യം. അതായത് ഇവിടെ നമുക്ക് നോക്കാം, സമാന്തര ശ്രേണിയാണോ AP ആണോ നോക്കാം. 1, 2, 3, 3, 3, 6, 6, 4, 10. അപ്പോൾ കോമൺ ഡിഫറൻസ്, വ്യത്യാസം സെയിം അല്ല, അതുകൊണ്ട് AP അല്ല. ഈ ശ്രേണിയുടെ പ്രത്യേകത നോക്കാം. ആദ്യത്തെ പദം 1, രണ്ടാമത്തെ പദം 1ഉം 2ഉം കൂടെ കൂട്ടുന്നതാണ്. മൂന്നാമത്തെ പദം 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടുന്നതാണ്. 1, 2, 3, 3, 6. നാലാമത്തെ പദം 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പദം എത്ര വരും? 10ാം പദം എന്ന് പറയുന്നത് നമുക്ക് എത്ര വരും? ആദ്യത്തെ പദം 1, 1ഉം 2ഉം കൂടെ കൂട്ടുന്നത് രണ്ടാമത്തെ പദം. മൂന്നാമത്തെ പദം 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടുന്നത്. നാലാമത്തെ പദം 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പദം എത്ര വരും? 1, 2, 3, 4 പ്ലസ് എക്സെട്ര പ്ലസ് 10. അതായത് n എണ്ണൽ സംഖ്യകളുടെ തുക. ഇത് എണ്ണൽ സംഖ്യ ആണല്ലോ, 1, 2, 3, 4 എക്സെട്ര. n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1, n × n+1/2. നമുക്കിവിടെ 1 + 2 പ്ലസ് എക്സെട്ര 10 പദങ്ങളുടെ തുക. അതായത് 10 × 10 + 1 11/2. നമുക്ക് 55 11/2. 10 × 11/2, അതായത് 55 വരും ഉത്തരം. 10ാം പദം 55. ഇവിടെ ഈ ശ്രേണിയുടെ പ്രത്യേകത നോക്കുക. 1, 3, 6, 10 എക്സെട്ര. ഇതൊരു AP ഒന്നും അല്ല, ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ആദ്യത്തെ പദം 1, രണ്ടാമത്തെ പദം 1ഉം 2ഉം കൂടെ കൂട്ടുന്നത്. മൂന്നാമത്തെ പദം 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടുന്നത്. നാലാമത്തെ പദം 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പദം 1 + 2 പ്ലസ് എക്സെട്ര 10 വരും. അപ്പോൾ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഫോർമുല n × n+1/2. ഇവിടെ 10 × 10 + 1 10 × 11/2 55 വരും ഉത്തരം. ഡിവിസിബിലിറ്റി ബൈ 11. ഏതൊരു വലിയ സംഖ്യ എന്നാലും അത് 11ന്റെ ഗുണിതം, തന്നിരിക്കുന്ന സംഖ്യകൾ 11ന്റെ ഗുണിതം എന്നല്ലേ ഒറ്റപ്പെട്ട സംഖ്യ ഏതെന്നൊക്കെ ചോദിച്ചാൽ കുറേ 11ന്റെ ഗുണിതവും കുറേ ഒന്നല്ലാത്തതും തന്നാൽ നമുക്കത് ഉത്തരം എഴുതണമെങ്കിൽ എന്തറിയണം? ഡിവിസിബിലിറ്റി ബൈ 11. 11 കൊണ്ട് നിശേഷമായിരിക്കാവുന്ന എങ്ങനെ അറിയാം? എത്ര വലിയ സംഖ്യ ആയാലും ഒന്നിടെ വിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. ഈ വലിയ സംഖ്യകളിലെ 1, 5, 6, 8 അതിൻ്റെ 3ൻ്റെയും കൂടെ തുക 19 വരും. അടുത്തത് 3, 5, 0.
8 വരും. അത് തമ്മിലുള്ള വ്യത്യാസം, അതായത് 19 8 പോകെ 11. ഇവിടെ 7,63,510 ഒന്നിലോട്ടുള്ള സംഖ്യകൾ നോക്കുക. 7 + 3 + 1 11. ഇനി അടുത്ത് 6 + 5 + 0 11. ഇത് തമ്മിലുള്ള വ്യത്യാസം 0. ഇവിടെ ഈ രണ്ട് സംഖ്യകളും 11ൻ്റെ ഗുണിതങ്ങളാണ്. 11 കൊണ്ട് നിശേഷമായിരിക്കുക. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഒന്നിലോട്ടുള്ള സംഖ്യകളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0, 11, 22, 33, 44 അങ്ങനെ അങ്ങോട്ട് വരുവാൻ എത്ര വലിയ സംഖ്യ ആയാലും 11 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.